എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് 9ാം ക്ലാസ് ഭൗതിക ശാസ്ത്രം, അതിൽ 4ാമത്തെ ചാപ്റ്ററായ ഗുരുത്വാകർഷണം എന്ന ചാപ്റ്ററിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ്. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഭൂമിയുടെ ആകൃതി എന്താണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഗോളാകൃതിയാണ്. ഭൂമിയുടെ ആകൃതി ഗോളാകൃതി. ഭൂമിയിൽ എവിടെ നിന്നാലും നിവർന്നു നിൽക്കുന്നതായി അനുഭവപ്പെടുന്നതിന്റെ കാരണം ഗുരുത്വാകർഷണമാണ്. ഭൂമിയിൽ എവിടെ നിന്നാലും നിവർന്നു നിൽക്കുന്നതായി അനുഭവപ്പെടുന്നതിന്റെ കാരണം ഗുരുത്വാകർഷണം. ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വസ്തുവിന്റെ മാസ്, വസ്തുക്കൾ തമ്മിലുള്ള അകലം എന്നിവയാണ്. ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വസ്തുവിന്റെ മാസ്, വസ്തുക്കൾ തമ്മിലുള്ള അകലം എന്നിവയാണ്. ഭൂമിയിലുള്ള വസ്തുക്കളുടെ നില നിവർന്നതോ തലകീഴായതോ എന്ന് തീരുമാനിക്കുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണെന്ന് ചോദിച്ചാൽ ഭൂഗുരുത്വ ബലത്തിന്റെ ദിശയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഭൂമിയിലുള്ള വസ്തുക്കളുടെ നില നിവർന്നതോ തലകീഴായതോ എന്ന് തീരുമാനിക്കുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ഭൂഗുരുത്വ ബലത്തിന്റെ ദിശയെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സാർവിക ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ ആണ്. സാർവിക ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ. ബലതന്ത്രത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം രചിച്ചത് ഐസക് ന്യൂട്ടൺ ആണ്. ബലതന്ത്രത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം രചിച്ചത് ഐസക് ന്യൂട്ടൺ. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്തതും ഐസക് ന്യൂട്ടൺ ആണ്. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്തത് ഐസക് ന്യൂട്ടൺ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൺ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൺ. 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രകാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഐസക് ന്യൂട്ടൺ ആണ്. 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രകാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഐസക് ന്യൂട്ടൺ. ജോഹനാസ് കെപ്ലറുടെ ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട ചലന നിയമങ്ങൾ അടിസ്ഥാനമാക്കി വ്യുൽക്രമവർഗ നിയമം വിശദീകരിച്ചത് ഐസക് ന്യൂട്ടൺ ആണ്. ജോഹനാസ് കെപ്ലറുടെ ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട ചലന നിയമങ്ങൾ അടിസ്ഥാനമാക്കി വ്യുൽക്രമ വർഗ നിയമം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ ആണ്. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലം ഭൂഗുരുത്വാകർഷണ ബലമാണ്. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ ഭൂകേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലം ഭൂഗുരുത്വാകർഷണ ബലം. ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ ഞെട്ടട്ട മാമ്പഴം താഴേക്ക് പതിക്കുന്നു, കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നു എന്നിവയാണ്. ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളാണ് ഞെട്ടറ്റ മാമ്പഴം താഴോട്ടു പതിക്കുന്നു, കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നു എന്നിവ. ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുമ്പോഴും ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങൾക്ക് ചുറ്റും പരിക്രമണം ചെയ്യുമ്പോഴും അവയെ പരിക്രമണ പാതയിൽ പിടിച്ചു നിർത്തുന്നതിനാവശ്യമായ ബലം ഗുരുത്വാകർഷണ ബലമാണ്. ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുമ്പോഴും ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങൾക്ക് ചുറ്റും പരിക്രമണം ചെയ്യുമ്പോഴും അവയെ പരിക്രമണ പാതയിൽ പിടിച്ചു നിർത്തുന്നതിനാവശ്യമായിട്ടുള്ള ബലം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുത്വാകർഷണ ബലമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഭൂമിയിൽ ചന്ദ്രൻ പ്രയോഗിക്കുന്ന ആകർഷണ ബലം നിമിത്തം സമുദ്രത്തിലെ ജലം ചന്ദ്രൻ അഭിമുഖമായി ഉയരുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ വേലിയേറ്റം എന്ന് പറയുക. ഭൂമിയിൽ ചന്ദ്രൻ പ്രയോഗിക്കുന്ന ആകർഷണ ബലം നിമിത്തം സമുദ്രത്തിലെ ജലം ചന്ദ്രൻ അഭിമുഖമായി ഉയരുന്ന പ്രതിഭാസത്തെ നമ്മൾ വേലിയേറ്റം എന്ന് പറയും. ഭൂകേന്ദ്രത്തിൽ വസ്തുവിന്റെ ഭാരം 0 ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം 0. ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്താണ്. ഒരു വസ്തുവിന്
ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത്. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശങ്ങളിലാണ്. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പരാകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിനു നേരനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിന്റെ വിപരീത അനുപാതത്തിലുമായിരിക്കും. ഈ നിയമം അറിയപ്പെടുന്നത് സാർവിക ഗുരുത്വാകർഷണ നിയമം എന്നാണ്. ഒന്നുകൂടി പറയാം. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പരാകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. ഈ നിയമം അറിയപ്പെടുന്നത് സാർവിക ഗുരുത്വാകർഷണ ബലം എന്നാണ്. സാർവിക ഗുരുത്വാകർഷണ നിയമത്തിലെ ജി സൂചിപ്പിക്കുന്നത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തെയാണ്. സാർവിക ഗുരുത്വാകർഷണ നിയമത്തിലെ ജി സൂചിപ്പിക്കുന്നത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തെയാണ്. ജിയുടെ മൂല്യം ആദ്യമായി പരീക്ഷണത്തിലൂടെ നിർണയിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷ് ആണ്. ജിയുടെ മൂല്യം ആദ്യമായി പരീക്ഷണങ്ങളിലൂടെ നിർണയിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷ് ആണ്. ന്യൂട്ടൺ വിൽക്രമൻ വർഗ നിയമം വിശദീകരിച്ചത് തന്റെ മുൻഗാമിയായിരുന്ന ഏത് ശാസ്ത്രജ്ഞന്റെ ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട ചലന നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ്? ജോഹാൻസ് കെപ്ലർ. ന്യൂട്ടൺ വിൽക്രമ വർഗ നിയമം വിശദീകരിച്ചത് തന്റെ മുൻഗാമിയായിരുന്ന ഏത് ശാസ്ത്രജ്ഞന്റെ ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട ചലന നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ്? ജോഹാൻസ് കെപ്ലർ. പ്രപഞ്ചത്തിലെ രണ്ടു തരം ബലങ്ങൾ സമ്പർക്ക ബലവും സമ്പർക്ക രഹിത ബലവുമാണ്. പ്രപഞ്ചത്തിലെ രണ്ടു തരം ബലങ്ങൾക്കുദാഹരണം സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലവുമാണ്. സമ്പർക്ക ബലത്തിന് ഉദാഹരണങ്ങളാണ് വിസ്കസ് ബലം, പ്രതല ബലം, വലിവ് ബലം, ഘർഷണ ബലം എന്നിവ. സമ്പർക്ക ബലത്തിന് ഉദാഹരണങ്ങളാണ് വിസ്കസ് ബലം, പ്രതല ബലം, വലിവ് ബലം, ഘർഷണ ബലം എന്നിവ. കെപ്ലറുടെ ഗ്രഹചലന നിയമങ്ങളാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് കെപ്ലറുടെ ഒന്നാം ഗ്രഹചലന നിയമം നോക്കാം. സൂര്യൻ കേന്ദ്രമാക്കി ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു. ഇതാണ് കെപ്ലറുടെ ഒന്നാം ഗ്രഹചലന നിയമം. സൂര്യൻ കേന്ദ്രമാക്കി ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു. ഇനി കെപ്ലറുടെ രണ്ടാം ഗ്രഹചലന നിയമം നോക്കാം. ഗ്രഹങ്ങളിലേക്ക് സൂര്യനിൽ നിന്നുള്ള ആരം തുല്യ സമയങ്ങളിൽ തുല്യ പരപ്പളവ് കടന്നുപോകുന്നു. ഗ്രഹങ്ങളിലേക്ക് സൂര്യനിൽ നിന്നുള്ള ആരം തുല്യ സമയങ്ങളിൽ തുല്യ പരപ്പളവ് കടന്നുപോകുന്നു. ഇനി മൂന്നാമത്തെ ഗ്രഹചലന നിയമം നോക്കാം. ഗ്രഹങ്ങളുടെ പരിക്രമണ സമയത്തിന്റെ വർഗം സൂര്യനിൽ നിന്നുള്ള അവയുടെ ശരാശരി ദൂരങ്ങളുടെ ക്യൂബിന് ആനുപാതികമായിരിക്കും. എന്ന് വെച്ചാൽ ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു അല്ല, ആർ ക്യൂബ് ബൈ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാം ഗ്രഹചലന നിയമം ഒന്നുകൂടി നോക്കാം. ഗ്രഹങ്ങളുടെ പരിക്രമണ സമയത്തിന്റെ വർഗം സൂര്യനിൽ നിന്നുള്ള അവയുടെ ശരാശരി ദൂരങ്ങളുടെ ക്യൂബിന് ആനുപാതികമായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. സമ്പർക്ക രഹിത ബലത്തിന് ഉദാഹരണം ഒന്ന് നോക്കാം. പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് ന്യൂക്ലിയർ ബലം, വൈദ്യുത കാന്തിക ബലം, ഗുരുത്വാകർഷണ ബലം എന്നിവ. സമ്പർക്ക രഹിത ബലത്തിന് ഉദാഹരണങ്ങളാണ് ന്യൂക്ലിയർ ബലം, വൈദ്യുത കാന്തിക ബലം, ഗുരുത്വാകർഷണ ബലം എന്നിവ. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ ബലമാണ് ന്യൂക്ലിയർ ബലം. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ ബലമാണ് ന്യൂക്ലിയർ ബലം. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലമാണ് ഗുരുത്വാകർഷണ ബലം. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലമാണ് ഗുരുത്വാകർഷണ ബലം. ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലായിരിക്കും.
ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലായിരിക്കും. ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയും. ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറഞ്ഞു വരുന്നു. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതും കുറയുകയാണ് ചെയ്യുക. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെയും ഗുരുത്വാകർഷണ ബലം കുറയുകയാണ് ചെയ്യുക എന്നുള്ളത് ഓർത്തിരിക്കുക. ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് കാരണം വസ്തുക്കൾക്ക് ത്വരണം ഉണ്ടാകുന്നു. ഈ ത്വരണം അറിയപ്പെടുന്നത് ഭൂഗുരുത്വ ത്വരണം എന്നാണ്. ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് കാരണം വസ്തുക്കൾക്ക് ത്വരണം ഉണ്ടാകുന്നു. ഈ ത്വരണം അറിയപ്പെടുന്നത് ഭൂഗുരുത്വ ത്വരണം എന്നാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിയുടെ മൂല്യം 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഭൂമധ്യരേഖ പ്രദേശത്ത് ജിയുടെ മൂല്യം 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഭൂപ്രതലത്തിലെ ജിയുടെ ശരാശരി മൂല്യം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഭൂപ്രതലത്തിലെ ജിയുടെ ശരാശരി മൂല്യം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കടലാസ് പോലുള്ള വസ്തുക്കൾ സാവധാനമാണ് താഴോട്ട് പതിക്കുന്നത്. ഇത് വായുവിന്റെ പ്രതിരോധം കാരണമാണെന്ന് ആദ്യമായി വാദിച്ചത് ഗലീലിയോ ആണ്. ഒന്നുകൂടെ നോക്കാം. കടലാസ് പോലെയുള്ള വസ്തുക്കൾ സാവധാനമാണ് താഴോട്ട് പതിക്കുന്നത്. ഇത് വായുവിന്റെ പ്രതിരോധം കാരണമാണ് എന്ന് ആദ്യമായിട്ട് വാദിച്ചത് ഗലീലിയോ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. തൂവലും നാണയവും പരീക്ഷണത്തിലൂടെ ഗലീലിയോയുടെ വാദഗതികൾ ശരിയാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനായിരുന്നു ഐസക് ന്യൂട്ടൺ. തൂവലും നാണയവും പരീക്ഷണത്തിലൂടെ ഗലീലിയോയുടെ വാദഗതികൾ ശരിയാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൺ. ഏതൊരു വസ്തുവിനും അതിന്റെ ഭാരം കേന്ദ്രീകരിച്ചിരിക്കുന്നതായി കാണപ്പെടുന്ന ബിന്ദുവാണ് ഭൂഗുരുത്വ കേന്ദ്രം. ഏതൊരു വസ്തുവിനും അതിന്റെ ഭാരം കേന്ദ്രീകരിച്ചിരിക്കുന്നതായി കാണപ്പെടുന്ന ബിന്ദുവാണ് ഭൂഗുരുത്വ കേന്ദ്രം. ഭൂമിയുടെ പ്രതലത്തിൽ ജിയുടെ ഏറ്റവും കൂടിയ മൂല്യം ഏതു പ്രദേശത്താണ്? ധ്രുവപ്രദേശത്താണ്. ഭൂമിയുടെ പ്രതലത്തിൽ ജിയുടെ മൂല്യം ഏറ്റവും കൂടിയ ഭാഗം ഏതു പ്രദേശത്താണെന്ന് ചോദിച്ചാൽ ധ്രുവപ്രദേശത്താണ്. ഭൂമിയിലെ ജിയുടെ മൂല്യത്തിന്റെ ഏകദേശം എത്ര ഭാഗമാണ് ചന്ദ്രനിൽ അനുഭവപ്പെടുന്നത്? 1/6. ഭൂമിയുടെ ജിയുടെ മൂല്യത്തിന്റെ ഏകദേശം എത്ര ഭാഗമാണ് ചന്ദ്രനിൽ അനുഭവപ്പെടുന്നത്? 1/6 ഭാഗം. വസ്തുവിന്റെ പിണ്ഡം കൂടുന്നതിനനുസരിച്ച് അവ പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിൽ എന്തു മാറ്റം സംഭവിക്കുന്നു? കൂടുന്നു. വസ്തുവിന്റെ പിണ്ഡം കൂടുന്നതിനനുസരിച്ച് അവ പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിൽ എന്തു മാറ്റം സംഭവിക്കും? അത് കൂടുകയാണ് ചെയ്യുക എന്നുള്ളത് ഓർത്തിരിക്കുക. രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം എത്ര മടങ്ങാകുമെന്ന് ചോദിച്ചാൽ 2 മടങ്ങാവും. രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ പിണ്ഡം ഇരട്ടിയായിട്ടുണ്ടെങ്കിൽ അവ തമ്മിലുള്ള ആകർഷണ ബലം 2 മടങ്ങാവും എന്നുള്ളത് ഓർത്തിരിക്കുക. രണ്ട് വസ്തുക്കളുടെയും പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം എത്ര മടങ്ങാകും എന്ന് ചോദിച്ചാൽ 4 മടങ്ങാകും. രണ്ട് വസ്തുക്കളുടെയും പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം എത്ര മടങ്ങാകും? 4 മടങ്ങാകും. വായു ശൂന്യമാക്കിയ ഒരു ചേംബറിൽ ഒരു കല്ലും കടലാസ് ഷീറ്റും ഒരേ ഉയരത്തിൽ നിന്ന് ഒരുമിച്ച് താഴേക്കിട്ടാൽ അവയിൽ ആദ്യം താഴെ എത്തുന്നത് അവ രണ്ടും ഒരുമിച്ചെത്തുകയാണ് ചെയ്യുക. വായു ശൂന്യമാക്കിയ ഒരു ചേംബറിൽ ഒരു കല്ലും കടലാസ് ഷീറ്റും ഒരേ ഉയരത്തിൽ നിന്ന് താഴേക്കിട്ടാൽ അവയിൽ ആദ്യം താഴെ എത്തുന്നത് ഏതായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവ രണ്ടും ഒരുമിച്ചായിരിക്കും താഴെ എത്തുക. ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. മാസ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് കോമൺ ബാലൻസ്. മാസ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് കോമൺ ബാലൻസ്. ഭാരം അളക്കുന്ന യൂണിറ്റ് ആണ് സ്പ്രിംഗ് ത്രാസ്. ഭാരം അളക്കുന്ന യൂണിറ്റ് ആണ് സ്പ്രിംഗ് ത്രാസ്. അപ്പൊ മാസ് അളക്കാൻ കോമൺ ബാലൻസ് ഉപയോഗിക്കും. ഭാരം അളക്കുന്നതിന് വേണ്ടിയിട്ട് സ്പ്രിംഗ് ത്രാസ് ആണ് ഉപയോഗിക്കുക എന്നുള്ളതും അവിടെ ഓർത്തിരിക്കുക.
1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലം ഏതാണെന്ന് ചോദിച്ചാൽ അത് 1 കിലോഗ്രാം ഭാരമാണ്. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലം എന്ന് പറയുന്നത് 1 കിലോഗ്രാം ഭാരമാണ്. 1 kg weight is equal to 9.n ആണ്. 1 kg WT is equal to 9.n എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ. ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്വാകർഷണ ബലം കാരണം ഭൂമിയിലേക്ക് പതിക്കും. ഇതറിയപ്പെടുന്നത് നിർബാധ പതനമെന്നാണ്. ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്വാകർഷണ ബലം കാരണം ഭൂമിയിലേക്ക് പതിക്കും. ഇതറിയപ്പെടുന്നത് നിർബാധ പതനം എന്നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. നിർബാധം പതിക്കുന്ന വസ്തുക്കളുടെ ഭാരം 0 ആയിരിക്കും. നിർബാധം പതിക്കുന്ന വസ്തുവിന്റെ ഭാരം 0. ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ബാലൻസിൽ നിൽക്കുമ്പോൾ റീഡിംഗ് കാണിക്കുന്നതിന്റെ അടിസ്ഥാനം ബാലൻസ് നമ്മളിൽ പ്രയോഗിക്കുന്ന പ്രതിബലമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ബാലൻസിൽ നിൽക്കുമ്പോൾ റീഡിംഗ് കാണിക്കുന്നതിന്റെ അടിസ്ഥാനം ബാലൻസ് നമ്മളിൽ പ്രയോഗിക്കുന്ന പ്രതിബലമാണ്. 2 വസ്തുക്കൾ തമ്മിലുള്ള ദൂരം 3 മടങ്ങാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാവുമെന്ന് ചോദിച്ചാൽ 9/1 ആവും. 2 വസ്തുക്കൾ തമ്മിലുള്ള ദൂരം 3 മടങ്ങാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാവും? 9/1 ആവും എന്നുള്ളത് ഓർത്തിരിക്കുക. ഭൂമധ്യരേഖയ്ക്ക് അടുത്തു വെച്ച് മാസും ഭാരവും നിർണയിച്ച ഒരു വസ്തു ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് മാറ്റിവെച്ചിരിക്കുന്നു. ഇവിടെ സംഭവിക്കുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ മാസ് മാറുന്നില്ല, ഭാരം ഏറ്റവും കൂടുതലായിരിക്കും എന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് വെച്ചിട്ട് ആദ്യം എന്ത് ചെയ്യുന്നു? മാസും ഭാരവും നിർണയിച്ച ഒരു വസ്തു ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് വെച്ചിട്ട് മാസും ഭാരവും ഒന്നിന്റെ നിർണയിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അതേ വസ്തു തന്നെ ധ്രുവപ്രദേശത്ത് വെച്ചു. അപ്പോൾ എന്ത് മാറ്റമാണ് സംഭവിക്കുക എന്ന് വെച്ചാൽ അതിന്റെ മാസിൽ ഒരു മാറ്റം ഉണ്ടാവില്ല, പക്ഷെ എന്തിൽ മാറ്റം ഉണ്ടാവും? ഭാരത്തിൽ മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഉപകാരപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.